ഞങ്ങളൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഇരുന്ന സമയത്ത് ലോട്ടറി സിസ്റ്റത്തെ പറ്റി പഠിച്ചപ്പോൾ വലിയ വിഷമം തോന്നി. കാരണം അതിന് കിട്ടുന്ന തുക, ലോട്ടറി വിറ്റ് കിട്ടുന്ന ആ തുകയുടെ ഒരു 19% 2010-11 കാലഘട്ടത്തിലൊക്കെ നെറ്റ് റവന്യൂ ആയിട്ട് സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നത്. ബാക്കി മുഴുവനും അതിൻ്റെ ലോട്ടറി ആ സിസ്റ്റത്തിൻ്റെ ചെലവുകൾ, ലോട്ടറി അടിച്ച് അവർക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ചെലവുകളായിട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യക്ഷമതയില്ലായ്മ കണ്ടെത്തുകയും അത് പ്ലക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 2014 ആയപ്പോഴത്തേക്കും ഈ 19% റവന്യൂ 28-30% എത്തിയിരുന്നു. അത് പിന്നെയും വർദ്ധിക്കുകയല്ല ചെയ്തത്, താഴേക്ക് പോവുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ലോട്ടറി അടിച്ചയാൾ വളരെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ വെറുതെ നടന്നു പോകുന്നവരെ പോലും അടിച്ചു വീഴ്ത്തി മോഷണവും മറ്റെല്ലാ ഇതും ചെയ്യുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം. കാരണം കേരളീയർ, മലയാളികൾ മാത്രമല്ല അതിൻ്റെ പുറകിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രിമിനൽസ് ഒരുപാട് പേര്, തൊഴിലന്വേഷകർ എന്ന വ്യാജേന, നല്ല തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ വരുന്ന നല്ല തൊഴിലാളികളോടൊപ്പം അവിടുത്തെ ക്രിമിനൽസും ഇവിടേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്.